ഹലോ ഫ്രണ്ട്സ്, വെൽക്കം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരല്പം വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, എല്ലാവർക്കും ഈ ഐറ്റം ഓർമ്മയുണ്ടല്ലോ അല്ലേ? മുമ്പ് നമ്മൾ ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ജ്യൂസ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇത് മറ്റൊന്നുമല്ല, നമ്മുടെ പുളിവണ്ടയാണ്. പണ്ടത്തെ ആൾക്കാരുടെയൊക്കെ തൊടികളിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്ന സാധനം. ഇപ്പോൾ അത്ര കോമൺ അല്ല എങ്കിൽ പോലും അറിയുന്നതും ഉപയോഗിക്കുന്നവരുമായിട്ട് ഒത്തിരി പേരുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ആവശ്യത്തിനുള്ളത് ഒരു കുടയിലേക്ക് പറിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പുളിവണ്ട പറിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഇതളുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അത് കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തതാണ് ഈ ബൗളിലുള്ളത്. പിന്നെ വേണ്ടത് ശർക്കരയാണ്. ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കരയാണ്. നമുക്കിനി ആവശ്യത്തിനനുസരിച്ചിട്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പുളിവണ്ടയുടെ ഇതളുകൾ ചേർത്ത് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. വാടി വരുമ്പോൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ കുക്ക് ചെയ്യാൻ വെക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ശർക്കര എല്ലാം നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. ഇനി സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് തണുക്കാൻ വെക്കണം. ഇനി ഇതൊരു ബ്ലെൻഡറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കണം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കാം. നിർബന്ധമില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇപ്പം ഏകദേശം നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. കണ്ടാലൊരു ടൊമാറ്റോ കെച്ചപ്പിൻ്റെ ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഐറ്റം റെഡിയാണ്. ഇത് നമുക്ക് ഇപ്പോൾ ബിരിയാണിക്കോ അങ്ങനെയുള്ള ഐറ്റംസിനൊക്കെ ഇപ്പോൾ പുളിയിഞ്ചിയൊക്കെ ഉണ്ടല്ലോ, ഏകദേശം അതുപോലെയൊക്കെയുള്ള പർപ്പസിന് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് രുചി മാത്രമല്ല, നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സും ഉള്ള ഐറ്റമാണ്. അപ്പോൾ പുളിവണ്ട അവൈലബിൾ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത റെസിപ്പിയായി കാണും വരേക്കും എല്ലാവർക്കും ബൈ.